ഭാഗ്യം ഇവനിൽ തഴുകുമുല്ലേ. കരുണാചലം സ്നേഹ കനിവിൻ്റെ പൂമരമേ അലിവിൻ്റെ സാഗരമേ എൻ്റെ വേദന തീർത്തിടണേ, എന്നീലാമുഖം കാട്ടിടണേ. കരുണാചലം സ്നേഹ കനിവിൻ്റെ പൂമരമേ അലിവിൻ്റെ സാഗരമേ എൻ്റെ വേദന തീർത്തിടണേ, എന്നീലാമുഖം കാട്ടിടണേ, എൻ്റെ വേദന തീർത്തിടണേ, എന്നീലാമുഖം കാട്ടിടണേ. വലിയവനെന്നുറപ്പല്ലേ, സൃഷ്ടിച്ച അത്ഭുതം തന്നല്ലോ, സൃഷ്ടിച്ചുള്ള സൃഷ്ടികൾക്കെല്ലാം എല്ലാം നൽകുന്നല്ലോ, അവനെ മാത്രം തന്നല്ലോ, ആരാധിക്കണമെന്നല്ലോ. മുത്തു മുഹമ്മദ് മുസ്തഫ നബി അന്തപ്രവാചകൻ തന്നല്ലോ. അസ്സലാമു അലൈക്കും. കർഷകൻ ഒരുവൻ വന്നല്ലോ, നബിയുടെ അരികിൽ ചെന്നല്ലോ, നട്ടു വളർത്തിയ മുന്തിരിപ്പഴവും മുത്ത് നബിക്ക് കൊടുത്തല്ലോ, നബി മുഴുവൻ തിന്നല്ലോ, ആർക്കും നൽകിയതില്ലല്ലോ. കർഷകൻ കണ്ട് പുഞ്ചിരി തോകി അവിടെ നിന്നും പോയല്ലോ. കൂടെ എന്നവർ ചോദിച്ചു, കാരണം നബിയും വിവരിച്ചു. മുന്തിരി അല്പം പുളിച്ചു പോയി, അതിനാൽ ഞാൻ ഭക്ഷിച്ചു, നിങ്ങൾക്ക് ഞാനത് തന്നാലോ, മുഖമിൽ മാറ്റം വന്നാലോ, കർഷകനുള്ളൊരു സന്തോഷത്തിൽ സങ്കടമായി പോയാലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നബിയുടെ കാലം മക്കയിലാദ്യം വാക്ക് വിളിച്ച ആരാണ്? അടിമയിൽ നിന്നും ദീനിൽ വന്ന ബിലാൽ റളിയല്ലാഹു അവരാണ്. മക്കയിലാകെ മറ്റൊരികൊള്ളും ശബ്ദം അവരിൽ നിന്നാണ്. സുന്ദരമായി ശൈലിയിലുള്ള വാക്കോലി കേട്ടവർ അന്നാണ്. നബിയുടെ കാലം മക്കയിലാദ്യം വാക്ക് വിളിച്ച ആരാണ്? അടിമയിൽ നിന്നും ദീനിൽ വന്ന ബിലാൽ റളിയല്ലാഹു അവരാണ്. അസ്സലാമു അലൈക്കും. പുണ്യമദീന പുണ്യമദീന കണ്ടിടുവാൻ കൊതിയുണ്ടേറെ, പൂത്തിങ്കൾ തോ ചാരയെത്താൻ കൊതിയുണ്ടേറെ, എൻ കൊതി റബ്ബേ വിട്ടിടണേ, എൻ കണ്ണ് ഹൗള കാട്ടിടണേ, ആഗ്രഹമെല്ലാം തീർത്തു നീ കൽബി റാത്തും തന്നു തുണച്ചിടണേ, റാത്തും തന്നു തുണച്ചിടണേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആമിന ബീബി തൻമോനായി, അബ്ദുള്ള കാരമ്പത്തരായി, ആശിമിൽ വന്നു നിലാവായി, ആബിദ തങ്കത്തിരാജായി, അൽ അമീനായി വളർന്നു, ആരിലും ഞാൻ പൊരിഞ്ഞു, അയങ്കിമ്പത്തങ്ങൾ വളർന്നു, അലാദങ്ങൾക്ക് അഭയം കനിഞ്ഞു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈസാ നബിയുടെ കാലത്തെ ആ നബിയാരുടെ അരികത്തെ ആ സമുദായക്കാരത പലരും അവർ ഭക്ഷണം വേണമെന്ന് പറയുന്നു. ആകാശത്തിൽ നിന്നല്ലേ അങ്ങനെ ഭക്ഷണം വന്നാൽ നബിയെ വിശ്വാസിക്കാൻ വന്നല്ലേ, നബിയത കൈകളുയർത്തുന്നു, ഭക്ഷണ റബ്ബ് ഇറക്കുന്നു, മതിവരെ വേളം തിന്നവരെല്ലാം ഒടുവിൽ വാക്കുകൾ മാറ്റുന്നു. ആ നബി ഉടനെ പ്രാർത്ഥിച്ചു, റബ്ബിന് ശിക്ഷ ഇറക്കിച്ചു, നബിയെ വഞ്ചന ചെയ്തവരെല്ലാം പന്നികളാക്കി വായിപ്പിച്ചു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂത്
ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ ഒളി തിളങ്ങിയ മതി വിളക്കത്ത മതിയിലും അഴകേ തെളി പറഞ്ഞിടും അതിലധികം ഇതകനിയേ നബിയെ മലർത്ത ജാനിധിയേ താരപ്രഭയെ തളിർപ്പൂവില്ലകെ നബിയെ മലർത്ത ജാനിധിയേ താരപ്രഭയെ തളിർപ്പൂവില്ലകെ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ. അസ്സലാമു അലൈക്കും. മദീനത്തെ മണിയറയിൽ മതി പോലെ വിളങ്ങുന്ന മുഹമ്മദ് നബിയോരിൽ സലാത്തോദാം സലാമോദാം സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മരദഗ പ്രഭ പോലെ മകരന്ദാരുചി പോലെ മഹിയേകും മധുപൊങ്ങും നബിയോരിൽ സലാത്തോദാം സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മദീഗാഹം മാറുവർണ്ണം മദീന റൗളയിൽ വാസം മലദാരിൽ കുളിർ വീശും ഹബീബോരിൽ സലാമോദാം സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മദീനത്തെ മണിയറയിൽ മതി പോലെ വിളങ്ങുന്ന മുഹമ്മദ് നബിയോരിൽ സലാത്തോദാം സലാമോദാം സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്സലാമു അലൈക്കും. മക്ക എന്നൊരു നാടുണ്ട്, കാണാ പൂതി പെറുത്തുണ്ട്. കഅബ മക്കയിലാണല്ലോ, നമ്മുടെ കിബിലയുമാണല്ലോ. മുത്ത് റസൂല് ഉമ്മത്തെ ഹജ്ജിന് പോ മക്കത്തെ മക്കത്തൻ കൊതിയുണ്ട്. റബ്ബേ ഭാഗ്യം തന്നിരണേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. തിങ്കളിൽ തെളി തിങ്കളാ തിരുനബി ജാതനാ, ലോകമാകെ കൗതുകത്താൽ ആരവം ആരവം. ഈത്തമരവും പാടിയേ അർശപരവും തൂകിയേ, പറവകൾക്കും മക്ക നാട്ടിൽ ആരവം ആരവം. യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ്, യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ്.
സ്വർഗരോഴികൾ പാരി വന്ന് സുപരിതങ്ങൾ പാടിടുന്ന് അസിയമറിയം തരുകൾ വന്ന് തങ്കക്കനിയെ തരാട്ടിരുന്ന് അമ്പര തമ്പിളി നോക്കി ചിരിച്ചു അമോദ പൈതൽ കുളിർ നിറച്ചു സ്വർഗകവാടം അകതുറന്ന് സൗഹൃദമാകെ പരന്നിടുന്നേ യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ് യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും. പുകൾ പതിമക്ക മണൽ മീറ്റിൽ പിറന്നുള്ള പുണ്യ തിരുമേനി മുഹമ്മദ് റസൂലുള്ള പൊതുലോകത്തിന്റെ വിളക്കായ ഹബീബുള്ള അസ്സലാമു യാ നബി. പുകൾ പതിമക്ക മണൽ മീറ്റിൽ പിറന്നുള്ള പുണ്യ തിരുമേനി മുഹമ്മദ് റസൂലുള്ള പൊതുലോകത്തിന്റെ വിളക്കായ ഹബീബുള്ള അസ്സലാമു യാ നബി. അഹദമിൽ തെളിവേ അൽ അമീനൊഴിവേ അഹദമിൽ തെളിവേ അൽ അമീനൊഴിവേ അൽബുറ്റക്കനിയേ നൂറുള്ള ഈ പാറിൻ ആയാകാംക്ഷതീര പുകൾ പതിമക്ക മണൽ മീറ്റിൽ പിറന്നുള്ള പുണ്യ തിരുമേനി മുഹമ്മദ് റസൂലുള്ള പൊതുലോകത്തിന്റെ വിളക്കായ ഹബീബുള്ള അസ്സലാമു യാ നബി. ഷറഫൊറ്റ മുഖമേ ഇഷ്കേറും മകമേ ഷറഫൊറ്റ മുഖമേ ഇഷ്കേറും മകമേ പൊരുളത്ത സ്വരമേ യാ നബി. മനസ്സാകെ ഈമാനിൻ തേങ്ങിയ പുകൾ പതിമക്ക മണൽ മീറ്റിൽ പിറന്നുള്ള പുണ്യ തിരുമേനി മുഹമ്മദ് റസൂലുള്ള പൊതുലോകത്തിന്റെ വിളക്കായ ഹബീബുള്ള അസ്സലാമു യാ നബി. ജന്നത്തിലാദ്യം ചേർത്തിടും പാദ്യം ജന്നത്തിലാദ്യം ചേർത്തിടും പാദം ജല്ല ജലാലിൻ ദൂതര തിരുനാമത്തിലെന്തും ആദര പുകൾ പതിമക്ക മണൽ മീറ്റിൽ പിറന്നുള്ള പുണ്യ തിരുമേനി മുഹമ്മദ് റസൂലുള്ള പൊതുലോകത്തിന്റെ വിളക്കായ ഹബീബുള്ള അസ്സലാമു യാ നബി. അസ്സലാമു യാ നബി. അസ്സലാമു യാ നബി. അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ അന്നേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണിപ്പോൾ. ഞങ്ങളുടെ വീട് പടുക്കളുടെ ഒരു ഉസ്താദ് എന്നും മദ്രസയിലോട്ട് പോക പതിവായിരുന്നു. ഈ ഉസ്താദിനെ കണ്ടാലുടൻ എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കും. ഞാൻ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അങ്ങനെ കാര്യമായ വികൃതി തലങ്ങളൊന്നും ഞാൻ കാണിക്കാറില്ല കേട്ടോ. ഇറ്റാത്ത വള്ളച്ചെടി നട്ടു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേര് വന്നോ എന്നറിയാൻ എന്നും ഞാനത് രാവിലെ പറിച്ചു നോക്കും. ഇങ്ങനത്തെ ചെറിയ കുസൃതികൾ ഒപ്പിച്ചാറുമ്മ പറയും, മര്യാദയ്ക്കിടുന്ന ചുരുക്ക, അല്ലെങ്കിൽ നിന്നെ ഞാൻ മദ്രസയിൽ ചേർക്കും. അവിടെ ചെല്ലാൻ നല്ല ചുട്ടടിയും കിട്ടും. ഇടയ്ക്കിടെ പേടിപ്പിക്കുന്നത് കാരണം മദ്രസ ഒരു ജയിലാണെന്നും അവിടുത്തെ ഉസ്താദുമാർ ഇരുട്ടൻ വീരന്മാരായ പോലീസുകാരനാണെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെയൊക്കെ കൂട്ടരെ ആ ഭയങ്കര ദിവസം വന്നെത്തിയത് എനിക്ക് 5 വയസ്സ് പൂർത്തിയായത് ശവ്വാൽ മാസം പിറന്നത് ഒരുമിച്ച് കുട്ടികളെ മദ്രസയിൽ ചേർക്കുന്ന സമയം. എൻ്റെ ഒപ്പം എന്നെയും തൂക്കി പിടിച്ചു മദ്രസയിലേക്ക് നടന്നു. അറുക്കാൻ കൊണ്ടുപോണ പോട്ടിനെ പോലെ ഞാൻ പിറകെയും. ഓഫീസ് റൂമിൽ ഒരു ഉസ്താദിൻ്റെ മുന്നിൽ ഞാൻ ഹാജരാക്കപ്പെട്ടു. വലിയ ഉസ്താദിനെ അരികിലേക്ക് വിളിച്ചു. വിറച്ചു ഞാൻ അടുത്ത് ചെന്നു. അദ്ദേഹം എൻ്റെ പേര് ചോദിച്ചു. വിക്കി ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. ഉസ്താദിൻ്റെ നെറുകിലും തലോടി കുറേ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ എൻ്റെ പേടി കുറഞ്ഞു വന്നു. 1ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാ രസം. അവിടെ ചൂടലുമില്ല, ക്ഷയച്ചുമില്ല. പാട്ടും പഠിപ്പും കഥയും കവിതയും കളിയും ചിരിയും. എന്താ രസം! 1ാം ക്ലാസ്സിലെ ഉസ്താദിന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കണ രസം.
ഞങ്ങളുടെ വീട് പഠിക്കലുടെ ഒരു ഉസ്താദ് എന്നും മദ്രസ വിട്ടു പോക പതിവായിരുന്നു. കേൾക്കുന്ന രസം, ഞങ്ങളുടെ വീട് പഠിക്കലൂടെ പോകുന്ന ആ ഉസ്താദ് തന്നെയാണ് എൻ്റെ ഉസ്താദ്. കുഞ്ഞോളെ എന്നൊക്കെ ഞങ്ങളെ വിളിക്കൂ. ഇപ്പോൾ വെള്ളിയാഴ്ച വരുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എന്താ? അന്ന് മദ്രസ ഇല്ലല്ലോ. അന്നത് കൊണ്ട് രസമല്ല. ഉമ്മമാരെ ഉപ്പമാരെ നരകവും മദ്രസ ഒരു നരകവും അവിടുത്തെ ഉസ്താദുമാർ സഭാനായികളുമല്ല. അങ്ങനെ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കരുത് കേട്ടോ. അന്നാ ശരി.